ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ജനറ്റിക് ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങളും മ്യൂട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സർ പഠനവും ഗവേഷണവും നമ്മുടെ 2 ക്യാൻസർ സെന്ററുകളിൽ RCCയിലും മലബാർ ക്യാൻസർ സെന്ററിലും നടക്കുന്നുണ്ട് സർ. അതുകൂടാതെ ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളും അതായത് ഒട്ടേറെ റിപ്പോർട്ടുകളും 2 ക്യാൻസർ സെന്ററുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്യാൻസർ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ക്യൂബ സന്ദർശനത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചു. ക്യൂബ ഇൻസ്റ്റിറ്റ്യൂട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സാർ. അവിടെ ട്രിപ്പിൾ നെഗറ്റീവ് സ്തനാർബുദത്തിന് ഒരു വാക്സിൻ, അതുൾപ്പെടെ ലങ് ക്യാൻസറിന് ഉള്ള വാക്സിൻ ക്യൂബ ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ ഈ സബ് കമ്മിറ്റികളുടെ സഹായത്തോടെ ഇപ്പൊ ആദ്യം തന്നെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള മോളിക്യൂൾസ് അവർ ഇവിടേക്ക് നൽകിക്കൊണ്ട് MCC കൂടി ആ ഗവേഷണത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് നമുക്കത് വികസിപ്പിക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് സാർ RCC സീഡാക്കുമായിട്ട് ചേർന്നുകൊണ്ട് സർവീസ് സ്കാൻ ഡെവലപ്പ് ചെയ്തത്. സർവീസ് സ്കാൻ സർവൈക്കൽ ഗർഭാശയകള ക്യാൻസറിൽ ഒരു സെല്ല് പോലും വിട്ടുപോകാതെ മെക്കനൈസ്ഡ് ആയിട്ട് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. UN-ന്റെ ഐക്യരാഷ്ട്ര സംഘടന പ്രത്യേകമായിട്ട് കഴിഞ്ഞ മാസം RCCയുടെ ഈ ഒരു സിഡാക്കുമായിട്ട് ചേർന്നുകൊണ്ട് ഉള്ള ഈ ഒരു ഉപ്സാല എന്ന സ്വീഡിഷ് യൂണിവേഴ്സിറ്റി ഇവരുടെ കൂടെയുണ്ട്, അതിനെ അംഗീകരിച്ചിരുന്നു സർ. അപ്പൊ പുതിയ കണ്ടുപിടുത്തം ഇപ്പൊ റെറ്റിനോബ്ലാസ്റ്റോമ കണ്ണിൽ ഉണ്ടാകുന്ന ക്യാൻസർ ട്യൂമർ ആണ് സർ. അപ്പൊ അതില് കണ്ണെടുത്ത് കളയാതെ തന്നെ ആ ട്യൂമർ എവിടെയാണോ അവിടെ കൃത്യമായി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം മലബാർ ക്യാൻസർ സെന്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സർ. ഇന്ത്യയിൽ 4 ആശുപത്രികളിൽ മാത്രമേ അതുള്ളൂ, അത് മലബാർ ക്യാൻസർ സെന്ററിലാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഗവേഷണത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജനറ്റിക് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനവും ഗവേഷണവും നടക്കുന്നുണ്ട്. നമ്മൾ ഒട്ടേറെ ആർട്ടിക്കിൾസും ഇതിന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സർ. നമ്മുടെ ആഗോള പൊതുജനാരോഗ്യ പ്രവർത്തകർ നേരിട്ടൊരു വലിയ പ്രശ്നമാണ് എങ്ങനെയാണ് ആളുകളെ സ്ക്രീനിങ്ങിലേക്ക് കൊണ്ടുവരിക. അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് സാർ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 4-ാം തീയതി തുടങ്ങിവെച്ച ജനകീയ ക്യാമ്പയിനിലൂടെ കേരളം കണ്ടെത്തിയിരിക്കുന്നതും കേരളം ലോകത്തോട് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് അത് സാർ. ഒരു വലിയ മൂവ്മെന്റ് ആണ് സാർ. അതിലെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സാർ. രാഷ്ട്രീയ ഭേദമില്ലാതെ സംഘടനകൾ, സ്ത്രീകളുടെ സംഘടനകൾ, യുവജന സംഘടനകൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചണി ചേർന്നുകൊണ്ടാണ് സാർ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള 12 മാസ ക്യാമ്പയിനാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു മാസം 13 ലക്ഷത്തിലധികം വനിതകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടു. ഇപ്പൊ കോട്ടയം ജില്ലയിൽ മാത്രം ഏതാണ്ട് 60,000-ന് മുകളിൽ സ്ത്രീകൾ, ആദ്യത്തെ മാസം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് സാർ. 60,000-ന് മുകളിൽ സ്ത്രീകൾ അവിടെ സ്ക്രീൻ ചെയ്യപ്പെട്ടു. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി ആയതുകൊണ്ട് കൂടി സാർ അവിടെ കോട്ടയം ക്യാൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നുണ്ട് സാർ. ഇതൊരു മാസ് മൂവ്മെന്റ് ആണ്. ഈ ഇങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞാൻ HPV വാക്സിന്റെ കാര്യം പറഞ്ഞു സാർ, അതിൽ പിന്തുണ നമുക്ക് ലഭിക്കുന്നത്. മരുന്നിന്റെ കാര്യം ഞാൻ പറഞ്ഞു സാർ. കാരുണ്യ സ്പർശം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, അത് ഈ ഗവൺമെന്റിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ. അതായത് ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ഏറ്റവും മിനിമം നിരക്കിൽ മരുന്നുകൾ ലഭ്യമാകും. അതാണ് ഞാൻ പറഞ്ഞത്. 1,10,000 രൂപയുള്ള ഒരു മരുന്നിന് 12,000 രൂപ എന്നുള്ളത് വാസ്തവത്തിൽ അത് സർക്കാർ സാധ്യമാക്കിയതാണ്. അത് കൂടുതൽ വിപുലീകരിക്കുന്നതിനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. പീഡിയാട്രിക് ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർ.